പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പല വിഷയങ്ങളിലും തർക്കിക്കുന്നവരാണല്ലോ. രാഷ്ട്രീയത്തിലും സാമൂഹിക കാര്യങ്ങളിലും കുടുംബങ്ങളിലും പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ലോകത്ത് ഒരു മനുഷ്യനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, ആർക്കും തർക്കമില്ലാത്ത ഒരേയൊരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് മരണം. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന സത്യം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരു ജീവിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ മനുഷ്യനും ഒരു നാൾ മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ്. അധികാരമുള്ള രാജാവും അടിയാനായ പാവപ്പെട്ടവനും പോകും. ശാരീരിക ശക്തിയുള്ളവനും ദുർബലനും പോകും. രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറും രോഗിയും ഒരുപോലെ മരണത്തിന് കീഴടങ്ങും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ലൈക്കുകളുമുള്ള ആളും ഒടുവിൽ 6 അടി മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ നമ്മുടെ പണമോ പ്രശസ്തിയോ കൂടെ വരില്ല. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ ജീവിക്കുന്നത് മരണം മറന്നുകൊണ്ടാണ്. നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടെന്നാണ് നമ്മുടെ വിചാരം. തൗബ പിന്നീടാവാം എന്ന് നമ്മൾ കരുതുന്നു. നിസ്കാരം പ്രായമാകുമ്പോൾ കൃത്യമാക്കാം എന്ന് വിചാരിക്കുന്നു. ഖുർആൻ ഓതാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഇനിയും പ്രായമുണ്ടല്ലോ എന്ന് സ്വയം സമാധാനിക്കുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ മുതലെടുക്കുക. അതിൽ ഒന്നാമത്തേത് മരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതമാണ്. മരണത്തിന് പിന്നീട് എന്നൊരു വാക്കില്ല സുഹൃത്തുക്കളെ. അത് പ്രായം നോക്കിയല്ല വരുന്നത്. വൃദ്ധന്മാരെയല്ല, യുവാക്കളെയാണ് ഇന്ന് മരണം അധികവും കൊണ്ടുപോകുന്നത്. ഇന്ന് രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ കിടക്കുന്ന നമ്മൾ നാളെ സുബഹിക്ക് ജീവനോടെ എഴുന്നേൽക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? വീടുപണി പകുതിയാക്കി പോയവർ, കല്യാണ വസ്ത്രം വാങ്ങി കാത്തിരിക്കുന്നവർ, നാളത്തെ യാത്രയ്ക്കായി ബാഗ് റെഡിയാക്കി വെച്ചവർ, ഇവരെയൊക്കെ പെട്ടെന്നൊരു നിമിഷം കൊണ്ടാണ് മരണം പിടികൂടുന്നത്. മരണത്തിൻ്റെ മാലാഖ വരുമ്പോൾ എനിക്ക് അല്പം കൂടി സമയം തരൂ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരുകയില്ല. അതുകൊണ്ട് ഇനിയും സമയമുള്ളപ്പോൾ നമ്മൾ മടങ്ങുക. ശ്വാസമുള്ളപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക, തസ്ബീഹ് ചൊല്ലുക. ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുക. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്ന ബോധം എപ്പോഴും ഹൃദയത്തിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈമാൻ സലാമത്താക്കി നല്ലൊരു മരണം പ്രദാനം ചെയ്യട്ടെ. നാവിൻ തുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തിരുക്കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.